എക്സിറ്റ് പോളുകൾ നൽകിയ ആത്മവിശ്വാസത്തിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ സജീവമാക്കിയ എൻഡിഎയുടെ രാജ്യസഭയിലെ സ്ഥിതി ശുഭകരമാവില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. 240 അംഗ രാജ്യസഭയിൽ എൻഡിഎക്ക് 64 അംഗങ്ങൾ മാത്രമാണ് ഇപ്പോഴുള്ളത്. അതായത് കേവല ഭൂരിപക്ഷമായ 121 സീറ്റുകളുടെ പകുതി മാത്രം. ഈ വർഷം 12 സീറ്റുകൾ ഒഴിവു വരുന്നുണ്ട്. ഇതിൽ 7 സീറ്റുകൾ യുപിയിൽ നിന്നും, 2 സീറ്റുകൾ കർണാടകയിൽ നിന്നും, മിസോറാമിലെയും അരുണാചലിലെയും ഉത്തരാഖണ്ഡിലെയും നിയമസഭകളിൽ നിന്ന് ഓരോ സീറ്റുകൾ വീതവും തെരഞ്ഞെടുക്കപ്പെടും. പ്രാദേശിക പാർട്ടികളുടെ പിന്തുണ ഉറപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ ബിജെപി ആരംഭിച്ചു കഴിഞ്ഞു. നിലവിൽ രാജ്യസഭയിൽ എഐഡിഎംകെക്ക് 10, തൃണമൂലിന് 12, ബിഎസ്പിക്ക് 14, എസ്പിക്ക് 9, ബിജു ജനതാദളിന് 6 എംപിമാരാണുള്ളത്. ഇതിൽ ജയലളിതയെയും മമതയെയും ബിജെഡിയെയും മുന്നണിയിലെത്തിക്കാനാവുമെന്നാണ് എൻഡിഎയുടെ പ്രതീക്ഷ. അങ്ങനെയായാൽ പോലും എൻഡിഎക്ക് രാജ്യസഭയിൽ കേവല ഭൂരിപക്ഷം നേടാനാവില്ല. സുസ്ഥിര സർക്കാർ എന്ന എൻഡിഎയുടെ അവകാശവാദത്തിന് ഇത് തിരിച്ചടിയായേക്കും. രാജ്യസഭയിൽ ഭൂരിപക്ഷമില്ലാത്തതിനാൽ വനിതാ സംവരണ ബില്ലടക്കം നിരവധി സുപ്രധാന ബില്ലുകൾ പാസാക്കാൻ യുപിഎ സർക്കാരിന് സാധിച്ചിരുന്നില്ല. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.